ഹലോ സ്റ്റുഡൻസ്, നമ്മൾ മാനേജ്മെൻറ്റ് ഫോർ എഞ്ചിനീയേഴ്സിൽ ഫോർത്ത് മോഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ്, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർത്ത് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് അനാലിസിസ് ആണ് ടോപ്പിക് എന്ന് പറയുന്നത്, മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. അതിന് ബേസിക്കലി രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിലെടുത്തായിരുന്നു. അതിന് ആദ്യത്തത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും പിന്നെ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് എന്ന് പറയുന്ന PERT എന്ന് പറയുന്ന സംഭവം. ശ്രദ്ധിക്കുക, ഈ PERTൻ്റെ ഫുൾ ഫോം പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് എന്നാണ്. പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്ന് എഴുതുന്നത് അത് തെറ്റാണ്. അപ്പം ഈ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും PERT ആയിരുന്നാലും, ഇപ്പോൾ CPM ആയിരുന്നാലും PERT ആയിരുന്നാലും സോൾവ് ചെയ്യുന്ന മെത്തേഡൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, സിമിലർ തന്നെയാണ്. മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ ഓരോ ആക്ടിവിറ്റിക്കും ഓരോ ആക്ടിവിറ്റി ടൈം അല്ലെങ്കിൽ ഡ്യൂറേഷൻ മാത്രമേ തരത്തുള്ളൂ, ഒരു ടൈം മാത്രമേ തരികയുള്ളൂ. അതേസമയം PERT ആണെങ്കിൽ 3 ടൈം തന്നിരിക്കും, ഒരു മിനിമം ടൈം, ഒരു മാക്സിമം ടൈം, പിന്നെ മിഡിലിൽ നിൽക്കുന്ന ഒരു ടൈം. അപ്പോൾ അത് ഉപയോഗിച്ച് ഒരു മിഡിൽ ഒരു മീഡിയം ഒരു ടൈം കണ്ടുപിടിക്കണം, മോസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറഞ്ഞ ടൈം കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ അത് തന്നായിരുന്നു. അത് ഉപയോഗിച്ച് ഒരു സിംഗിൾ ടൈം കണ്ടെത്തുക ഓരോ ആക്ടിവിറ്റിക്കും. അപ്പോഴത്തേക്കും അത് CPM-ന് സിമിലറായി. പിന്നെ ബാക്കി സോൾവ് ചെയ്യുന്ന മെത്തേഡ് CPM പോലെ തന്നെ. അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ്. അപ്പോൾ 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, എസ് എ ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ ചോദിക്കാം. CPM-ഓ PERT ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. അതിൽ CPM ആണ് PERT ആണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു 3 or 4 മാർക്സിന് പ്രോബബിലിറ്റി ചോദിക്കാം. ഇത് ഞാൻ ക്ലാസ്സിൽ എടുത്തായിരുന്നു. അത് സിമ്പിളാണ്. നമ്മുടെ മറ്റേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളൊക്കെ വേണം സോൾവ് ചെയ്യാനായിട്ട്. ടേബിൾ കൊണ്ട് എക്സാമിന് പോകാവും. അത് പ്രോബബിലിറ്റിയുടെ. അതേസമയം CPM ബേസ് ചെയ്തിട്ടുള്ള 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലാസ്റ്റ് ഒരു 4 മാർക്സിന് വല്ലതും ചിലപ്പോൾ ക്രാഷിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ഇത് കുറച്ച് മെനക്കേടാണ്, മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈസിയാണ്. എങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ട് ബാക്കി ടോപ്പിക്സൊക്കെ പഠിച്ചിട്ട് വേണം ക്രാഷിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ക്രാഷിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ എടുക്കുന്നത്. അപ്പം ബേസിക്കലി ഈ ക്രാഷിംഗ് എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന ആ ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഈ ക്രാഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് അനാലിസിസ് എന്നും പറയാറുണ്ട്. അങ്ങനെയും ടെക്നിക്കലി ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്ന് സാധാരണ പറയാറുണ്ട് ക്രാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ. അപ്പോൾ ഈ ക്രാഷിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ CPM ആയിരുന്നാലും PERT ആയിരുന്നാലും, നമ്മുടെ CPM-ൻ്റെ കാര്യം പറയുന്നുണ്ട്. ഈ ക്രാഷിംഗ് CPM-ൽ വരുന്നുള്ളൂ. അപ്പം CPM-ൽ നമ്മൾ പ്രോജക്റ്റിൻ്റെ ഡ്യൂറേഷൻ, എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനുള്ള ഡ്യൂറേഷൻ, പ്രോജക്റ്റ് ഡ്യൂറേഷൻ നമ്മൾ ഡയഗ്രാം, നെറ്റ്വർക്ക് ഡയഗ്രാം എല്ലാം വരച്ച് പിന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള ഇയും ഈ വാല്യൂസും എൽ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്ത് അത് ഉപയോഗിച്ച് ടേബിൾ ഫോം ഉണ്ടാക്കി അതിന് ടോട്ടൽ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ ഫ്ലോട്ട് 0 വരുന്ന ആക്ടിവിറ്റീസിനെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ജോയിൻ ചെയ്ത് വരുമ്പോൾ ഒരു പാത്ത് ഫോമായി വരും. അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇവൻറ്റിൽ വരുന്ന ടൈം, അതാണ് പ്രോജക്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് ഡ്യൂറേഷനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പം കുറേ ആക്ടിവിറ്റീസ് ചേർന്ന ഒരു പ്രോജക്റ്റ്, ഒരു വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് 20 ഡേയ്സ് ആണ് എടുക്കുന്നത് എന്ന് കരുതുക. ഈ 20 ഡേയ്സ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 18 ഡേയ്സ് കൊണ്ടോ 15 ഡേയ്സ് കൊണ്ടോ അല്ലെങ്കിൽ 14 ഡേയ്സ് കൊണ്ടോ ഒക്കെ തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ തീർക്കാനായിട്ട് എങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞാൽ കൂടുതൽ റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്ത് നേരത്തെ തീർക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ കൂടുതൽ റിസോഴ്സ് എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് കൂടുതൽ ലേബേഴ്സിന് നമുക്ക് കൊടുക്കാം. കൂടുതൽ ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വർക്ക് തീർക്കാനൊക്കും. അല്ലെങ്കിൽ കൂടുതൽ മെഷീനറി റെൻറ്റിനെടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് നോക്കും. അപ്പം എന്താ ഒരു 20 ദിവസം കൊണ്ട് ചെയ്ത് തീരുന്ന വർക്കാണെങ്കിൽ കൂടുതൽ എംപ്ലോയീസിനെ എംപ്ലോയ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ മെഷീൻസ് ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം 18-15 ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഒരുപാട് കുറയ്ക്കാനൊക്കത്തില്ല. 1-2 ദിവസം കൊണ്ട് 20 ദിവസത്തെ വർക്ക് ചെയ്ത് തീർക്കാനൊന്നും ഒക്കത്തില്ല. അങ്ങനെയൊന്നും കൺസെപ്റ്റ് ഇല്ല. എന്നാലും ഒരു കുറച്ച് ടൈം, 2-3 ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറയ്ക്കാനായിട്ട്, ചെറിയ രീതിയിൽ ടൈം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം കൂടുതൽ റിസോഴ്സ് യൂസ് ചെയ്താണ് ഈ ടൈം കുറയ്ക്കുന്ന നമ്മൾ സാധിച്ചെടുക്കുന്നത്. അപ്പം കൂടുതൽ റിസോഴ്സ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ കൂടുതൽ എടുക്കുകയോ അല്ലെങ്കിൽ മെഷീൻസിനെ കൂടുതൽ എടുക്കുകയോ ഒക്കെ ഉപയോഗിച്ചൊക്കെയാണ് ടൈം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക, കൂടുതൽ റിസോഴ്സ് യൂസ് ചെയ്യുന്നു. ഇങ്ങനെ കൂടുതൽ റിസോഴ്സ് യൂസ് ചെയ്യുന്നതിന് എക്സ്പെൻസ് ഉണ്ട്. കൂടുതൽ ആൾക്കാർ, കൂടുതൽ ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യുമ്പോൾ കൂടുതൽ കോസ്റ്റ് അതിനായിട്ട് വരും. മെഷീൻസിന് റെൻറ്റിന് എടുക്കുകയോ വാങ്ങിച്ചുമാണ് മെഷീൻസ് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന മെഷീൻസിന് കൂടുതൽ എക്സ്പെൻസ് വരും. അപ്പം കൂടുതൽ റിസോഴ്സ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ കാശ് സ്പെൻഡ് ചെയ്താണ് നമ്മൾ പ്രോജക്റ്റ് നേരത്തെ തീർക്കാനായിട്ട് നോക്കുന്നത്. അപ്പം കൂടുതൽ കാശാവുകയാണ്. പക്ഷേ ഇങ്ങനെ കാശാവുമെങ്കിലും വേറെ ഒരു കാറ്റഗറി ഓഫ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും നേരത്തെ വർക്ക് ചെയ്ത് തീർക്കുകയാണെങ്കിൽ. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഇപ്പം ഒരു സ്ഥാപനം വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്, കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വാടക കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറഞ്ഞ ടൈം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഇതെല്ലാം കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 20 ദിവസം കൊണ്ട് തീർക്കുന്ന വർക്ക്
15 ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ 5 ദിവസം നമ്മൾ കുറച്ചാണ് ആ വർക്ക് തീർക്കുന്നത്. ഈ 5 ദിവസത്തെ റെൻറ്റ് നമ്മൾ കൊടുക്കണ്ട, 5 ദിവസത്തെ ഇലക്ട്രിസിറ്റി കറണ്ട് പവർ സപ്ലൈയുടെ എക്സ്പെൻസ് നമ്മൾ കൊടുക്കണ്ട, അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് കാണും. അപ്പോൾ അങ്ങനെ കൂടുതൽ റിസോഴ്സ് ഉപയോഗിച്ച് കൂടുതൽ മെഷീൻസും കൂടുതൽ ലേബേഴ്സിനൊക്കെ ഉപയോഗിച്ച് കൂടുതൽ കാശ് സ്പെൻഡ് ചെയ്ത് ആ പ്രോജക്റ്റ് വർക്ക് നേരത്തെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എങ്കിൽ പോലും ചില ഇൻഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഇൻഡയറക്റ്റ് കോസ്റ്റും കൂടെ കുറയ്ക്കുന്ന അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡ്യൂറേഷൻ എത്രയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ഒരു ക്രാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, ഈ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന സംഭവം. ആ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ് ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. അപ്പം ഈ കോസ്റ്റും ടൈമും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ല, ആ റേഷ്യോ എടുക്കുക, ഡിവിഷൻ എടുക്കുക, റേഷ്യോ എടുക്കുമ്പോഴാണ് ഈ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്ന സംഭവം കിട്ടുന്നത്. ഇതിൽ നോർമൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ആ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് തീർക്കാനായിട്ട് എടുക്കുന്ന കോസ്റ്റിനാണ് നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം കൂടുതൽ മെഷീൻസിനെയും കൂടുതൽ ലേബേഴ്സിനെയൊക്കെ എംപ്ലോയ് ചെയ്ത് ക്രാഷ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ടൈമിനെക്കാളും കുറച്ചുകൂടെ നേരത്തെ ചെയ്ത് തീർക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു കോസ്റ്റിനാണ് ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് നമ്മൾ എത്ര കാശ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു അതാണ് ഈ ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ നോർമൽ ടൈം എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് തീർക്കുന്ന ടൈമാണ് നോർമൽ ടൈം എന്ന് പറയുന്നത്. ക്രാഷ് ടൈം എന്ന് പറഞ്ഞാൽ നേരത്തെ തീർക്കാൻ പറ്റുന്ന ആ ടൈമിനെയാണ് ക്രാഷ് ടൈം. എത്ര ഡേയ്സ് കുറച്ചാൽ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് ക്രാഷ് ടൈം എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആ റേഷ്യോ ആണ് കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് സ്ലോപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇപ്പം ഡേയ്സിൻ്റെ കണക്കിലാണ് ക്വസ്റ്റ്യൻ നൽകുന്നതെങ്കിൽ ഒരു ഡേ കുറയ്ക്കാനായിട്ട് എത്ര കാശ് ആവും, അതിനെയാണ് കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ വീക്കിലി ബേസിലാണ് നമുക്ക് കോസ്റ്റും ടൈമും എല്ലാം തരുന്നത്. വീക്കിലി ബേസിലാണെങ്കിൽ ഒരു ആഴ്ച കുറയ്ക്കാനായിട്ട് എത്ര കാശ് സ്പെൻഡ് ആവും, അതിനെയാണ് കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം കുറയ്ക്കാനായിട്ട് എത്ര കാശ് സ്പെൻഡ് ആവും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ വാല്യൂസ് എപ്പോഴും പോസിറ്റീവായിട്ടേ വരത്തുള്ളൂ. ഈ ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ കോസ്റ്റിനെക്കാളും ഹയർ ആയിരിക്കും. അങ്ങനെ വരുന്ന രീതിയിൽ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ക്രാഷ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ കോസ്റ്റിനെക്കാളും കോസ്റ്റ് കൂടുതലായിരിക്കും, വാല്യൂ കൂടുതലായിരിക്കും ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്. നോർമൽ ടൈമും ക്രാഷ് ടൈമും എടുക്കുകയാണെങ്കിൽ ക്രാഷ് ടൈം എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പോസിറ്റീവ് വാല്യൂ മാത്രമേ വരത്തുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കുക. പോസിറ്റീവ് വാല്യൂ വരുന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ ഈ വാല്യൂസ് എടുക്കാവൂ. അതുകൊണ്ട് തന്നെ കോസ്റ്റ് സ്ലോപ്പും പോസിറ്റീവ് വാല്യൂ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ കോസ്റ്റ് സ്ലോപ്പ് കണ്ടെത്തിയാണ് നമ്മൾ ബാക്കിയുള്ള ഏത് ആക്ടിവിറ്റിയാണ് നമ്മൾ ക്രാഷ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ 10-15 ആക്ടിവിറ്റീസ് കാണും. അതിലെല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഒരുമിച്ച് ക്രാഷ് ചെയ്യത്തില്ല. ഏറ്റവും കുറഞ്ഞ എക്സ്പെൻസ് വരുന്നത്, അതായത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് സ്ലോപ്പ് ഏതാണ്, അതായത് ഒരു ദിവസം കുറയ്ക്കാനായിട്ട് എത്രയും കുറഞ്ഞ കോസ്റ്റ് ഏത് ആക്ടിവിറ്റിക്കാണോ വരുന്നത് ആ ആക്ടിവിറ്റി ആയിരിക്കും നമ്മൾ ക്രാഷ് ചെയ്യുന്നത്. അതായത് ആ ആക്ടിവിറ്റി ആയിരിക്കും ക്രാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ റിസോഴ്സ് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ആ ഒരു പരിപാടി ചെയ്യുന്നത്, അതിനാണ് ക്രാഷ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അതിൽ ഏത് ആക്ടിവിറ്റിക്കാണോ ഈ കോസ്റ്റ് സ്ലോപ്പ് കുറവുള്ളത് ആ ആക്ടിവിറ്റി ആയിരിക്കും നമ്മൾ ക്രാഷ് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ഈ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്ന അതിൽ വരുന്ന ആക്ടിവിറ്റീസ്, അതായത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് മാത്രമേ നമ്മൾ ഇതിനെ ക്രാഷ് ചെയ്യാറുള്ളൂ. അതായത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അല്ലാത്ത ആക്ടിവിറ്റീസ് നമ്മൾ ക്രാഷ് ചെയ്തിട്ട് കാര്യമില്ല. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് മാത്രമേ ക്രാഷ് ചെയ്യുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യപ്പോൾ നമ്മൾ വരും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ക്രിട്ടിക്കൽ പാത്ത് ചിലപ്പോൾ വരാറുണ്ട്. നമ്മൾ ഈ പ്രോബ്ലം ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഇതുവരെയുള്ള പ്രോബ്ലത്തിലെല്ലാത്തിനും ഒരു പാത്ത് മാത്രമേ ക്രിട്ടിക്കൽ പാത്തായിട്ട് വന്നോളൂ. പക്ഷേ ചില റെയർ ആയിട്ടുള്ള പ്രോബ്ലംസിൽ ഒന്നിൽ കൂടുതൽ പാത്തുകൾ ക്രിട്ടിക്കൽ പാത്തായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഓരോ ക്രിട്ടിക്കൽ പാത്തിൽ നിന്നും ഓരോ ആക്ടിവിറ്റി വീതം ക്രാഷ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ പാത്തിൽ മാത്രമായിട്ട് ആക്ടിവിറ്റി ക്രാഷ് ചെയ്യാൻ പാടില്ല. എല്ലാ ക്രിട്ടിക്കൽ പാത്തിലും നമ്മൾ ആക്ടിവിറ്റീസ് ഒരേപോലെ ഈക്വലായിട്ട് ക്രാഷ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നോക്കാം, നമ്മൾ ഈ ഒരു വീഡിയോയിൽ 2 പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യും. ആദ്യത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, ആ ഒരു പ്രൊസീജിയർ മാത്രമേ കാണിക്കത്തുള്ളൂ ആദ്യത്തെ പ്രോബ്ലത്തിൽ. രണ്ടാമത്തെ പ്രോബ്ലമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് പ്രോബ്ലം ഒന്ന് നോക്കാം. ഇതായിരിക്കും നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CPM ആണ്. CPMൽ മാത്രമേ ക്രാഷിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉള്ളൂ. ഇതിൽ നോർമൽ ടൈം തന്നിട്ടുണ്ട്, നോർമൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ആക്ടിവിറ്റീസ് ലിസ്റ്റ് ചെയ്തിരിക്കും. ഓരോ ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷനും നമുക്ക് തന്നിരിക്കും. ഇത്രയും ഡാറ്റ മാത്രമേ തന്നിരിക്കത്തുള്ളൂ. ക്രാഷിങ്ങും കൂടെ വരുന്നതുകൊണ്ടാണ് ഈ കോസ്റ്റും ക്രാഷ് ചെയ്യുന്നതിൻ്റെ ടൈമും അതിനുള്ള കോസ്റ്റും എല്ലാം വെച്ചിട്ട് അഡീഷണൽ ആയിട്ട് 3 കോളംസിന് ഡാറ്റ തന്നിട്ടുള്ളത്. ക്രാഷിംഗ് എന്ന് പറയുന്ന സംഭവം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഓരോ ആക്ടിവിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ആക്ടിവിറ്റീസ് നോർമലായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ ആക്ടിവിറ്റിക്കും ചെയ്തു തീർക്കാൻ വേണ്ടിയുള്ള കോസ്റ്റും എത്രയാണെന്ന് തന്നിട്ടുണ്ട്.
ഇപ്പം കോസ്റ്റും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ആക്ടിവിറ്റി ക്രാഷ് ചെയ്യാൻ സാധിക്കുന്നോ ഇല്ലയോ എന്നുള്ള സംഭവം കൂടെ തന്നിട്ടുണ്ട്. ആ ക്രാഷ് ടൈം കൂടെ തന്നിട്ടുണ്ട്. ക്രാഷ് ടൈം എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് 3 days കൊണ്ട് തീർക്കുന്ന വർക്ക് നമുക്ക് വേണമെങ്കിൽ 2 days കൊണ്ട് തീർക്കാനാകും. അതാണ് ഈ ക്രാഷ് ടൈം എന്ന് പറയുന്നത്. ഈ ഒരു ആക്ടിവിറ്റി 2 എന്ന ആക്ടിവിറ്റി 7 days കൊണ്ട് നോർമലായിട്ട് തീരുന്ന വർക്ക് നമുക്ക് വേണമെങ്കിൽ 5 days കൊണ്ട് തീർക്കാനാകും. 420 എന്ന് പറയുന്നതിന് പകരം 580 rupees നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 7 days പകരം 5 days കൊണ്ട് നമുക്ക് വർക്ക് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ 420യും 580 ആണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു 160 rupees എന്തോ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 7 days പകരം 5 days കൊണ്ട് ഈ ഒരു ആക്ടിവിറ്റി തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മേ ബി അഡീഷണൽ ആയിട്ട് എംപ്ലോയീസിനെ എടുക്കുകയോ അഡീഷണൽ ആയിട്ട് മെഷീനോ എല്ലാം ഉപയോഗിച്ചായിരിക്കും പെട്ടെന്ന് വർക്ക് തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് എക്സ്പെൻസ് വരും. അതിനുള്ള എക്സ്പെൻസ് ആണ് ഈ 160 rupees എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്താണ് ഈ 580 പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നോക്കുക, 3-5 എന്ന് പറഞ്ഞ ആക്ടിവിറ്റി നോർമലായിട്ട് 5 days കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നോർമലായിട്ട് 5 days കൊണ്ട് തീർക്കുകയാണെങ്കിൽ 250 rupees ആവത്തുള്ളൂ. എന്നാൽ 5 days പകരം 4 days കൊണ്ട് നമുക്ക് ആക്ടിവിറ്റി തീർക്കാനാകും. ഒരു ഡേ കുറച്ച് നമുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനാകും. അങ്ങനെയാണെങ്കിൽ 300 rupees ആയിരിക്കും അതിന് സ്പെൻഡ് ചെയ്യുന്നത്. അതായത് അഡീഷണൽ 50 rupees നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിക്കാണ് 50 rupees. അപ്പോൾ ഓരോ ആക്ടിവിറ്റിക്ക് ഓരോ എക്സ്പെൻസ് ആയിരിക്കും. ഇവിടെ ഇപ്പം നോക്കുക, ഇത് നോർമൽ ടൈം എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. അതിന് 30 rupees സ്പെൻഡ് ഉണ്ട്. ക്രാഷ് ടൈമും 3 തന്നെയാണ്. അതായത് സത്യം പറഞ്ഞാൽ ആ ആക്ടിവിറ്റി ക്രാഷ് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് തീർക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. 2-3 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത. ക്രാഷ് ടൈമിനും നോർമൽ ടൈമിനും ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത. അതുകൊണ്ട് തന്നെ ക്രാഷ് കോസ്റ്റും ഡിഫറൻസ് ഒന്നുമില്ല, സെയിം കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ക്രാഷ് ചെയ്യാൻ സാധിക്കണം എന്നില്ല. കോസ്റ്റിൽ തന്നിരിക്കും ചില ആക്ടിവിറ്റീസ് മാത്രമേ ക്രാഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് തന്നെ ഓരോ ആക്ടിവിറ്റീസും പല രീതിയിലായിരിക്കും കോസ്റ്റ് വരുന്നത്. ഏറ്റവും കുറവ് കോസ്റ്റുള്ള ആക്ടിവിറ്റീസിനെ ആയിരിക്കും നമ്മൾ സാധാരണ ക്രാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ് 50 rupees പെർ വീക്ക്. അപ്പോൾ പെർ വീക്കലി കണക്കാണ് തന്നിട്ടുള്ളത്. 50 രൂപ വെച്ച് ഇൻഡയറക്റ്റ് കോസ്റ്റ് വരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. ആദ്യത്തെ ഡ്രോ ദി നെറ്റ്വർക്ക് ഡയഗ്രാം ഫോർ ദി പ്രോജക്റ്റ് ആൻഡ് ഐഡന്റിഫൈ ദ ക്രിട്ടിക്കൽ പാത്ത്. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് തന്നെയാണ്. നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നു, എൽ വാല്യൂസ് ഇ വാല്യൂസ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ഉപയോഗിച്ച് ടേബിൾ ഫോം ചെയ്യുന്നു. അതിൽ ടോട്ടൽ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ ഫ്ലോട്ട് 0 വരുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ ഡയഗ്രാത്തിൽ മാർക്ക് ചെയ്യുന്നു. അപ്പം വരുന്ന പാത്താണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ വാട്ട് ആർ ദി നോർമൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ആൻഡ് അസോസിയേറ്റഡ് കോസ്റ്റ്. നോർമൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ പാത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഏറ്റവും അവസാനം വരുന്ന ഇവൻറ്റിൽ വരുന്ന ടൈം എത്രയാണ്, അതാണ് പ്രോജക്റ്റ് ഡ്യൂറേഷൻ ആയിട്ട് എടുക്കുന്നത്. അതാണ് നോർമൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. പിന്നെ അസോസിയേറ്റഡ് കോസ്റ്റ്, അതായത് നോർമൽ പ്രോജക്റ്റ് ഡ്യൂറേഷനിന് വേണ്ടി വരുന്ന കോസ്റ്റ് എത്രയാണ്, ഈ നോർമൽ കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോർമൽ കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം കൂടെ കോസ്റ്റിൻ്റെ സം എടുത്താൽ മതി. അതാണ് നോർമൽ പ്രോജക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നോർമൽ ടൈമിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാവും. അപ്പോൾ ആ സമയത്ത് എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും കോസ്റ്റ് തമ്മിൽ ആഡ് ചെയ്യപ്പെടുകയാണ്. എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണല്ലോ ഈ നോർമൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും കോസ്റ്റ്, നോർമൽ കോസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോഴേക്കും നോർമൽ പ്രോജക്റ്റ് കോസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ ഫ്ലോട്ട് അസോസിയേറ്റഡ്. ഇത് നമ്മൾ ക്ലാസ്സിൽ വെച്ച് തന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു. എൽ വാല്യൂസ് ഇ വാല്യൂസ് ഉപയോഗിച്ച് ടേബിൾ ഫോം ചെയ്ത് ടോട്ടൽ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ടോട്ടൽ ഫ്ലോട്ടിന് അങ്ങനത്തെ ടേബിൾ അല്ലാതെ വേറെ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ടോട്ടൽ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവസാനം വരുന്നതാണ് ഈ ക്രാഷിംഗ് എന്ന് പറയുന്ന സംഭവം. അതാണ് നമ്മൾ ഇനി ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്രാഷ് ദി റിലവൻറ്റ് ആക്ടിവിറ്റീസ് സിസ്റ്റമാറ്റിക്കലി ആൻഡ് ഡിറ്റർമൈൻ ദി ഒപ്റ്റിമം പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം ആൻഡ് കോസ്റ്റ്. അപ്പോൾ ഈ നോർമൽ ഡ്യൂറേഷൻ അത് തന്നെയാണ് ബെസ്റ്റ് ഡ്യൂറേഷൻ എന്ന് നമ്മൾ പറയുന്നില്ല. നോർമൽ ഡ്യൂറേഷനെക്കാളും കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് ഒരു പക്ഷേ അതിനേക്കാളും കുറഞ്ഞ ടൈമിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക, നോർമൽ പ്രോജക്റ്റ് ഡ്യൂറേഷനെക്കാളും കുറഞ്ഞ ടൈമിൽ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കത് ഇതിൽ ടേബിൾ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം കൂടുതൽ ചില ആക്ടിവിറ്റീസ് ക്രാഷ് ചെയ്ത് കൂടുതൽ എക്സ്പെൻസ് കൊടുത്ത് ക്രാഷ് ചെയ്താൽ പോലും ടോട്ടൽ കോസ്റ്റിനെക്കാളും കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് അത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇൻഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് അവിടെ കുറയാണ്. പ്രോജക്റ്റ് ഡ്യൂറേഷൻ കുറയുന്നതനുസരിച്ച് ഓരോ വീക്കിലെ ഇൻഡയറക്റ്റ് കോസ്റ്റ് കുറയാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ കോസ്റ്റ് ചിലപ്പം കുറഞ്ഞിരിക്കാം. ടൈം കുറയുന്നതനുസരിച്ച് ടോട്ടൽ കോസ്റ്റും കുറഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ക്രാഷിംഗ് ഒക്കെ ഉപയോഗിച്ച്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പ്രോബ്ലത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തില്ല. ഈ പ്രോബ്ലം അടുത്ത പ്രോബ്ലം എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
ഇതാണ് നെറ്റ്വർക്ക് ഡയഗ്രാം. നമ്മളിപ്പം കാണിച്ച ഇത് വെച്ചിട്ടുള്ള നെറ്റ്വർക്ക് ഡയഗ്രാമാണിത്. ഇതിൽ ഈ വാല്യൂസ് എൽ വാല്യൂസ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ടോട്ടൽ ഫ്ലോട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഫ്ലോട്ട് ഉപയോഗിച്ച് സീറോ ടോട്ടൽ ഫ്ലോട്ട് വരുന്ന ആക്ടിവിറ്റീസിനെല്ലാം ഇവിടെ ഈ ഡാർക്ക് ലൈൻ ഉപയോഗിച്ച് തിക്ക് ലൈൻ ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഈ ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ആക്ടിവിറ്റീസിനാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ ക്രാഷ് ചെയ്യപ്പോഴും ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൽ വരുന്ന ആക്ടിവിറ്റീസ് മാത്രമേ ക്രാഷ് ചെയ്യാൻ പാടുള്ളൂ. വേറെ ആക്ടിവിറ്റി ഇപ്പോൾ 2, 4 എന്നുള്ളത് ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ആക്ടിവിറ്റി അല്ല. അപ്പോൾ ഇത് ക്രാഷ് ചെയ്തിട്ട് കാര്യമില്ല. ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ആക്ടിവിറ്റീസ് വേണം ക്രാഷ് ചെയ്യാൻ. അത് ഈ ക്രാഷ് ചെയ്യുന്ന തന്നെ പല സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജ് കഴിയും തോറും ഈ ക്രിട്ടിക്കൽ പാത്ത് വേറെ മാറി വന്നെന്നിരിക്കാം. അഡീഷണൽ ആയിട്ടുള്ള പുതിയ പാത്തുകൾ ക്രിട്ടിക്കൽ പാത്തായിട്ട് മാറിയെന്നിരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത റോളത്തിൽ നമ്മൾ അതെല്ലാം കാണുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ ആദ്യത്തെ ക്രാഷിങ്, ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിലോട്ട് എത്തപ്പോഴേക്കും പുതിയ ക്രിട്ടിക്കൽ പാത്തൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് വേറെയും ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം വരും. നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. ഇതിൽ നിന്ന് പ്രോജക്റ്റ് ഡ്യൂറേഷൻ എത്രയാണ്? പ്രോജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഇവൻറ്റിൽ വരുന്ന ആ ടൈം, അതാണ് ഇവിടെ ഈ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ആയിട്ട് എടുക്കുന്നത്. 32 വീക്കാണ് പ്രോജക്റ്റ് ഡ്യൂറേഷൻ. അതായത് എല്ലാ ആക്ടിവിറ്റീസും കൂടെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനായിട്ട് വരുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ 32 വീക്സ് ആണ്. ഈ 32 വീക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൻ്റെ സം എടുത്താലും, ഈ ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ അതെല്ലാം കൂടെ സം എടുത്താലും ഈ 32 എന്ന വാല്യൂ വരും. ഇപ്പോൾ 3 + 9 12 ആവും, 12 + 6 18 ആവും, 18 + 4 22, 22 + 10 32. അപ്പം ഈ ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ എല്ലാം കൂടെ സം എടുത്താലും ഈ ഒരു പ്രോജക്റ്റ് ഡ്യൂറേഷൻ കിട്ടും. എല്ലാ ആക്ടിവിറ്റീസും, ബാക്കി ഈ ആക്ടിവിറ്റീസിൻ്റെ ഈ ആക്ടിവിറ്റീസും കൂടെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ 32 മതി. ഈ 32 എന്ന് പറയുന്ന ആ ഡ്യൂറേഷനകത്ത് തന്നെ ഈ ക്രിട്ടിക്കൽ പാത്തിലല്ലാത്ത ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്ത് തീരും. അങ്ങനെയാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്ന ആ ഒരു സംഭവം. ക്രിട്ടിക്കൽ പാത്ത് കണ്ടെത്തി, പ്രോജക്റ്റ് ഡ്യൂറേഷൻ കണ്ടെത്തി. ഇനി ഇതുപോലെ ടോട്ടൽ ഫ്ലോട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. മറ്റേ ടേബിൾ വരച്ചും ടോട്ടൽ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലാതെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചും ഡയറക്റ്റ് ആയിട്ട് ടോട്ടൽ ഫ്ലോട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഈ നോർമൽ കോസ്റ്റ്, പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന 2 കമ്പോണൻസ് ഉണ്ട്. ഡയറക്റ്റ് നോർമൽ കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. ഇൻഡയറക്റ്റ് കോസ്റ്റാണ് ക്വസ്റ്റ്യൻ നേരത്തെ തന്നത്, 50 rupees per week എന്നുള്ളത്. ഇതിപ്പം 32 വീക്സ് കൊണ്ടാണ് ഈ പ്രോജക്റ്റ് തീരുന്നത്, അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 32 വീക്സ് എന്ന് പറയുമ്പോൾ ഓരോ വീക്കിനും 50 rupees വെച്ച് ഇൻഡയറക്റ്റ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഈ വേണം 50 × 32 എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ കൂടെ ഈ ആക്ടിവിറ്റീസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും കൂടെ സം എടുക്കുന്നതാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും കൂടെ സം ചെയ്യപ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഇതിപ്പം ഡയറക്റ്റ് നോർമൽ കോസ്റ്റാണ്. ഈ 4220 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്തതാണ് ഈ 4220 എന്ന് പറയുന്നത്. പിന്നെ 32 വീക്സ് 50 rupees വെച്ച് ഇൻഡയറക്റ്റ് കോസ്റ്റ് വരും. അപ്പോൾ ഈ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5820 rupees ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. 32 ദിവസം കൊണ്ട് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 5820 രൂപയാകും എന്ന് പറയുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രാഷിംഗ് ചെയ്യുന്നതാണ്. ക്രാഷിംഗ് എന്ന് പറഞ്ഞാൽ ഈ 32 വീക്സ് എന്നുള്ളത് ചിലപ്പം 30 വീക്സോ 28 വീക്സോ 26 വീക്സോ ഉണ്ടോ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചിലപ്പം നമ്മൾ ചെയ്ത് നോക്കണം. ചിലപ്പം ഈ കോഴ്സിനേക്കാളും കുറഞ്ഞ കോഴ്സിന് നമുക്ക് ടൈം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മളിത് ഫൈനൽ ടേബിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ പ്രോബ്ലം നമ്മൾ ആക്ച്വലി നേരെ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ് ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ആക്ടിവിറ്റീസ്, അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ആക്ടിവിറ്റീസിൻ്റെ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് മാത്രമേ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ആ കോസ്റ്റ് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഇതാണ് ആ കോസ്റ്റ് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് നമ്മൾ കോസ്റ്റ് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. കോസ്റ്റ് സ്ലോപ്പാണ് 145 എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് കുറയ്ക്കാനായിട്ട് ഈ ആക്ടിവിറ്റി ക്രാഷ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും രൂപ സ്പെൻഡ് ആവും. ഈ 25 എന്ന ആക്ടിവിറ്റി ക്രാഷ് ചെയ്യുകയാണെങ്കിൽ ഒരു വീക്ക് കുറയ്ക്കാനായിട്ട് 45 rupees ആവും. അതേസമയം ഈ 7-8 എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് ക്രാഷ് ചെയ്യുന്നതെങ്കിൽ ഒരു വീക്ക് കുറയ്ക്കാനായിട്ട് 200 rupees ആവും. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് സ്ലോപ്പ് ഏതാണോ ആ ആക്ടിവിറ്റി ആയിരിക്കും നമ്മൾ ക്രാഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 25ഉം 56 നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ 25 എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റി, 56 എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റി, ഇതിലേതെങ്കിലും ഒരു ആക്ടിവിറ്റി ക്രാഷ് ചെയ്താൽ തന്നെ നമുക്ക്
ഡേയ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. എത്ര ഡേയ്സ് കുറയ്ക്കാൻ സാധിക്കുക പറഞ്ഞാൽ 25 എന്ന് പറയുന്ന ആക്ടിവിറ്റി 25 എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് 9 ഡേയ്സിന് വേണം 7 ഡേയ്സ് ആയിട്ട് കുറയ്ക്കാനൊക്കും. നമുക്ക് നിർബന്ധമായും 7 ആക്കണമെന്നില്ല, വേണമെങ്കിൽ 8 ഒരു ദിവസം കുറച്ചാലും മതി. നമ്മുടെ കൺവീനിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മെത്തേഡ് ഞാൻ പറയാം. നമുക്ക് വേണമെങ്കിൽ 7 ഡേയ്സ് 2 ഡേയ്സ് സേവ് ചെയ്യുന്ന രീതിയിൽ 7 ഡേയ്സ് ആക്കി തീർക്കാം. അതായത് ഈ 9 ഡേയ്സ് എന്നുള്ളത് 7 ഡേയ്സ് കൊണ്ട് തീർക്കാം. 5, 6 എന്ന് പറയുന്ന ആക്ടിവിറ്റി 6 ഡേയ്സ് കൊണ്ടാണ് തീർക്കാനുള്ളത്. അതിന് വേണമെങ്കിൽ 4 ഡേയ്സ് കൊണ്ട് തീർക്കാനൊക്കും. അവിടെ 2 ദിവസം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം രണ്ടെണ്ണം ഒരുമിച്ച് ഒരേ പാത്തിൽ തന്നെ 2 ആക്ടിവിറ്റി ഒരുമിച്ച് നമ്മൾ സാധാരണ ക്രാഷ് ചെയ്യാറില്ല. ഒരു ക്രിട്ടിക്കൽ പാത്തിൽ ഒരു ആക്ടിവിറ്റിയെ നമ്മൾ ക്രാഷ് ചെയ്ത് നോക്കാറുള്ളൂ. അങ്ങനെ ക്രാഷ് ചെയ്താണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പം കോസ്റ്റ് സ്ലോപ്പ് നോക്കുകയാണെങ്കിൽ 2 ആക്ടിവിറ്റി 25ഉം 6ഉം വന്നിട്ടുണ്ട്. നമുക്ക് ആർബിട്രറി ആയിട്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമുക്ക് ക്രാഷ് ചെയ്യാനായിട്ട് എടുക്കാം. രണ്ടും ഒരേ ക്രിട്ടിക്കൽ പാത്തിലാണ് വരുന്നത്. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അറ്റ് എ ടൈം ക്രാഷ് ചെയ്താൽ മതി. നമ്മളപ്പം 25 എന്ന ആക്ടിവിറ്റി ക്രാഷ് ചെയ്യുന്നു എന്ന് കരുതുക. 25 എന്ന ആക്ടിവിറ്റി പറഞ്ഞാൽ ഈ ആക്ടിവിറ്റിയാണ്. അത് 7 ഡേയ്സ് കൊണ്ട് തീർക്കാം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 25 എന്ന ആക്ടിവിറ്റി 7 ഡേയ്സ് കൊണ്ട് തീർക്കാനാകും. നമ്മളിവിടെ 7 ഡേയ്സ് ആക്കിയാലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 9 ഡേയ്സിലാണ് നിൽക്കുന്നത്. ഒറ്റയടിക്ക് 7 ഡേയ്സ് ആക്കുകയാണെങ്കിൽ ഇത് ക്രിട്ടിക്കൽ പാത്ത് അല്ലാതെയാവും. കാരണം എന്തെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഈ ക്രിട്ടിക്കൽ പാത്തിലെ വാല്യൂസ് കൗണ്ട് ചെയ്ത് വരുമ്പോഴേക്കും 32 എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ട്. സപ്പോസ് ഇത് ഇവിടെ 2 കുറയ്ക്കുകയാണെന്ന് വെച്ചോ, 9 എന്നുള്ളത് 7 ആവുകയാണെന്ന് വെച്ചോ. ഇപ്പോൾ ഇവിടെ 9 പകരം 7 ആവുകയാണെങ്കിൽ പറ്റുന്ന പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു പാത്ത് ഇവിടെ 3ഉം 5ഉം എന്നുള്ളത് ഈ രണ്ടും കൂടെ 8 ആവുന്നുണ്ട്. ഈ പാത്ത് ക്രിട്ടിക്കൽ പാത്തായിട്ട് മാറും. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം കത്തത്തില്ല. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്തിനെയാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം നോക്കിയാലും ഇതിൽ എങ്ങനെയൊക്കെ പോയാലും ഈ പാത്താണ് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ഈ പാത്താണ്. ഇവിടെ ഇപ്പം ഈ ഒരു പാത്ത് കഴിഞ്ഞ് ഈ പാത്തിലൂടെയാണ് വരുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ 32 എത്തത്തില്ല, 31 എത്തത്തുള്ളൂ. കാരണം ഇവിടെ 3ഉം ഇവിടെ 5ഉം രണ്ടും കൂടി ആകുമ്പം 80 വരുന്നുള്ളൂ. ഇവിടെ 9 വരുന്നുണ്ട്. അപ്പം ലോങ്ങസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞത് ഇതാണ് ലോങ്ങസ്റ്റ് പാത്ത്. അതുകൊണ്ടാണ് ഇത് ക്രിട്ടിക്കൽ പാത്തായിട്ട് മാറിയത്. എപ്പോഴും ലോങ്ങസ്റ്റ് പാത്താണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഇപ്പം നോക്കുക, ഇവിടെ ഇപ്പം 3 + 9 12 വന്നു, 12 + 6 18 വന്നു. 18 കഴിഞ്ഞിട്ട് ഇവിടെ 13 വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ, ഇവിടെ 18 13 ആഡ് ചെയ്യുകയാണെങ്കിൽ 31 ആവുന്നുള്ളൂ. അതേസമയം ഈ വഴി പോവുകയാണെങ്കിൽ ഇവിടെ 4ഉം ഇവിടെ 10ഉം ഉണ്ട്. അപ്പോഴാണ് 32 വരുന്നത്. അതായത് ലോങ്ങസ്റ്റ് പാത്തിനാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞെടുക്കുന്നത്. അല്ലാതെ അതിനേക്കാളും കുറയുകയാണെങ്കിൽ വേറെ ഇവിടെ ഇപ്പം ഈ 9 പകരം 7 ആയി പോവുകയാണെങ്കിൽ ഈ ആക്ടിവിറ്റി ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അല്ലാണ്ടാവും. കാരണം ക്രിട്ടിക്കൽ പാത്ത് എന്നുള്ളത് 1, 2, 3, 5 ഇങ്ങനെ പോകും. കാരണം ഇവിടെ 8 എന്നുള്ള സംഭവം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ 2 ഡേയ്സ് അല്ലെങ്കിൽ 2 വീക്സ് കുറയ്ക്കാറില്ല. ഒറ്റയടിക്ക് 7 ആക്കാറില്ല. ഇവിടെ 8 ആക്കാറുള്ളൂ. കാരണം അല്ലെങ്കിൽ വേറെ ക്രിട്ടിക്കൽ പാത്ത് വരും എന്ന് പറയുന്ന സംഭവം ഇവിടെ 8 ആക്കാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ക്രാഷ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ക്രാഷ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 9 എന്നുള്ളത് 7 ഡേയ്സ് ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 7 ഡേയ്സ് ആക്കത്തില്ല. വേറെ ക്രിട്ടിക്കൽ പാത്തെല്ലാം ഒറിജിനേറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കി നമ്മളത് ചെയ്യത്തുള്ളൂ. അതേസമയം ഈ ആക്ടിവിറ്റിയാണ് ക്രാഷ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ രീതിയിലൊന്നും വരുന്നില്ല. ഈ 6ന് വരെ 4 ആക്കിയാലും വേറെ ക്രിട്ടിക്കൽ പാത്ത് മാറിയൊന്നും വരുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്ലോപ്പ് കണ്ടെത്തി അതിൽ ഏറ്റവും കുറഞ്ഞ സ്ലോപ്പിലുള്ള ആക്ടിവിറ്റി ആയിരിക്കും നമ്മൾ ക്രാഷ് ചെയ്യുന്നത്. അങ്ങനെ ക്രാഷ് ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു, ഈ 25 എന്ന് പറഞ്ഞ ആക്ടിവിറ്റി നമ്മൾ ആദ്യം ചൂസ് ചെയ്തെന്ന് കരുതുക. 25 എന്ന ആക്ടിവിറ്റി ചൂസ് ചെയ്ത് അതിന് 9 പകരം 8 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. അപ്പോൾ 8 ഡേയ്സ് ആകുമ്പോഴത്തേക്കും ഇവിടെ 12ന് പകരം 11 വരും. ഇവിടെ എത്തപ്പോഴേക്കും 17 ആവും. 17 കഴിഞ്ഞ് ഇവിടെ എത്തപ്പോഴേക്കും അത് എത്രയും 14 കൂടെ ആകുമ്പോഴത്തേക്കും 17 14 ആഡ് ചെയ്യുമ്പോഴേക്കും 31 വരും. അപ്പോൾ ഇതൊരു ക്രിട്ടിക്കൽ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് കഴിയുമ്പോഴേക്കും ആദ്യം ഈ ആക്ടിവിറ്റിയാണ് ക്രാഷ് ചെയ്യുന്നതെങ്കിൽ ഇത് 8 ആയിട്ട് മാറും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കി വാല്യൂസ് ഇയിലെയും എല്ലിൻ്റെയും വാല്യൂസ് എല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് മാറും. ഇവിടെ എത്തപ്പോഴേക്കും അത് 31 ആയിട്ട് മാറും. ആ 31 ആയിട്ട് മാറുന്നതാണ് ഇവിടെ ഈ പറയുന്നത്. ആദ്യത്തെ പ്രോജക്റ്റ് ഡ്യൂറേഷൻ നോർമലായിട്ടുള്ള പ്രോജക്റ്റ് ഡ്യൂറേഷൻ എന്നാണ് 32 ആണ്. അങ്ങനെ 32 ആണെങ്കിൽ നോർമൽ കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും കൂടെ ആഡ് ചെയ്ത് 5820 ആണ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. ഇത് 32ന് പകരം ഈ ആക്ടിവിറ്റി 25 എന്ന ആക്ടിവിറ്റി ഒരു ദിവസം കുറയ്ക്കുകയാണെങ്കിൽ, ഒരു ദിവസം ക്രാഷ് ചെയ്യുകയാണെങ്കിൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ എന്നുള്ള 31 ഡേയ്സ് ആയിട്ട് മാറും. 32 എന്നുള്ളത് 31 ഡേയ്സ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ കോസ്റ്റ് 4220 എന്ന് പറഞ്ഞ നോർമൽ കോസ്റ്റ്. ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം കൂടെ കോസ്റ്റ് സം ചെയ്യുന്നതാണ് ഈ 4220 എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ
ഒരു ദിവസത്തെ ഈ കോസ്റ്റ് സ്ലോപ്പ് 45, ഈ 45 എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ഈ ഒരു വീക്ക് കുറയ്ക്കാനായിട്ട് ഈ ആക്ടിവിറ്റി ക്രാഷ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റിനാണ് ഈ 45 റുപ്പീസ് എന്ന് പറയുന്നത്. ആ 45 റുപ്പീസ് നമ്മൾ 25 എന്ന ആക്ടിവിറ്റിയാണ് ഒരു ദിവസം കുറച്ചത്, ആ 45 റുപ്പീസും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ്, അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 4264 ആവും. 64 അല്ല 65 എന്തോ ആവും, ഇവിടെ 45 ആണല്ല. അപ്പം 4265 എന്തോ ആണ് ആവുന്നത്. അതിൻ്റെ കൂടെ ഇവിടെ 32 31 ആയിരിക്കുള്ളൂ. അപ്പോൾ 31 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റ് 50 റുപ്പീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1550 ആവും. അതായത് 5815 രൂപയാണ്. ഇവിടെ നേരത്തെ 32 ഡേയ്സ് ആയിരുന്നുവെങ്കിൽ അത് 5820 ആയിരുന്നു. അത് 31 ഡേയ്സ് ആയിട്ട് മാറിയപ്പോഴേക്കും ഈ ആക്ടിവിറ്റി ക്രാഷ് ചെയ്ത് കൂടുതൽ കാശ് സ്പെൻഡ് ചെയ്ത് ഈ ആക്ടിവിറ്റി ക്രാഷ് ചെയ്ത് 31 ഡേയ്സിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടും ഈ ടോട്ടൽ കോസ്റ്റ് കുറയാണ് ചെയ്തത്. ഇവിടെ 5 റുപ്പീസ് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ടോട്ടൽ ഡേയ്സ് എന്നുള്ള ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ള 32 എന്നുള്ള 31 ആയിട്ടുണ്ട്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇവിടെ കുറഞ്ഞു, അതുകൊണ്ട് കോസ്റ്റ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ അടുത്ത ആക്ടിവിറ്റി ഇവിടെ 45 എന്ന അടുത്ത സ്ലോപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. 56 എന്ന് പറയുന്ന ആക്ടിവിറ്റി, ഈ ഒരു ആക്ടിവിറ്റി 56 എന്ന് പറയുന്ന ആക്ടിവിറ്റി 6ന് വരെ 4 ആയിട്ട് ക്രാഷ് ചെയ്യാം. 56 എന്ന് പറയുന്ന ആക്ടിവിറ്റി 4 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. 320 വരെ 410 റുപ്പീസ് സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 6ന് വരെ 4 ആക്കാം, വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. 6ന് വരെ 4 ആക്കാം. അപ്പോൾ 2 ഡേയ്സ് കുറയുന്നു. അപ്പോൾ ഇവിടെ 31 എന്നുള്ളത് 29 ഡേയ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അങ്ങനെ 29 ഡേയ്സ് ആക്കിയതാണിത്. ഇവിടെ 56 എന്ന ആക്ടിവിറ്റി 2 ഡേയ്സ് ആണ് നമ്മൾ ക്രാഷ് ചെയ്തത്. അപ്പോൾ നോർമൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ 45ഉം ഈ സ്റ്റേജിലോട്ട് വരും. ഈ 45 നമ്മൾ ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ ഈ 56 എന്ന് പറയുന്നതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 45 ആണ്. ഈ 45 എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ക്രാഷ് ചെയ്യാനാണ് 45. നമ്മൾ ഈ 56 എന്ന് പറഞ്ഞിട്ട് 2 വീക്ക് ക്രാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 45 × 2 എന്ന് പറഞ്ഞാൽ 90. അതിൻ്റെ കൂടെ ഈ 45 കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും 135 ആവും. ഈ 135ഉം ഈ നോർമൽ ഉള്ള ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കുമാണ് ഡയറക്റ്റ് കോസ്റ്റ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഇൻഡയറക്റ്റ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യും. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 31 ആയിരുന്നു, 31 29 ആയി. 29 × 50 എന്ന് പറഞ്ഞാൽ 1450 ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെയും ടോട്ടൽ കോസ്റ്റ് കുറഞ്ഞതായിട്ട് കാണാം. 32 ദിവസം കൊണ്ട് ഒരു ആക്ടിവിറ്റിയും ക്രാഷ് ചെയ്യാതെ എടുക്കുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 5820 ആയിരുന്നു. അതിന് 3 ദിവസം ക്രാഷ് ചെയ്ത് അഡീഷണൽ കാശ് കൊടുത്ത് 3 ദിവസം കുറച്ച് 29 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ പ്രോജക്റ്റിൻ്റെ ടൈമും അതിനേക്കാളും കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. 5805 രൂപയായിട്ടും ഉണ്ട്. 5820 വരെ 5805 രൂപയായി. വീണ്ടും നമ്മൾ ക്രാഷ് ചെയ്യാം. അടുത്ത കോസ്റ്റ് സ്ലോപ്പ് ഏറ്റവും കുറവ് ഏതാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് 67, അതാണ് 70 എന്ന് പറയുന്ന കോസ്റ്റ് സ്ലോപ്പ് ഏറ്റവും കുറവ് അതാണ്. 67 എന്ന് പറഞ്ഞാൽ ഈ ആക്ടിവിറ്റിയാണ്. ഇതിനും വേറെ കോംപ്ലിക്കേഷൻ വരുന്നില്ല. 67 എന്ന ആക്ടിവിറ്റി ഒരു ഡേ കുറയ്ക്കാനായിട്ട് 67 എന്ന ആക്ടിവിറ്റി എത്രയാണ് 4 എന്നുള്ള 3 ആവും. 4 എന്നുള്ള 3 ആയിട്ട് വരുന്നു. അങ്ങനെയാണ് ഇത് ക്രാഷ് ചെയ്യുന്നു. അങ്ങനെ ക്രാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാത്തും കൂടെ ആക്റ്റീവായിട്ട് വരുന്നു, ക്രിട്ടിക്കൽ പാത്തായിട്ട് വരുന്നുണ്ട്. കാരണം ഇതും 13 ആണ്, ഇതും 13 ആണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് 2 ക്രിട്ടിക്കൽ പാത്ത് വരുന്നുണ്ട്. എന്താണെന്നാൽ അതിൻ്റെ അത്രത്തോളം നമ്മൾ പോകേണ്ടി വരത്തില്ല. ഇത് ക്രാഷ് ചെയ്യുന്നു. ക്രാഷ് ചെയ്യാനായിട്ട് 70 റുപ്പീസാണ് ആവുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. 29 ആയി. ഈ ആക്ടിവിറ്റി 67 എന്ന ആക്ടിവിറ്റി ഒരു ദിവസം ക്രാഷ് ചെയ്തു. അപ്പം ആ ഒരു 70, ഈ 135 കൂടെ ഈ 70 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതേസമയം 28 ഡേയ്സ് 29 വരും 28 ഡേയ്സ് ആണ് ഇൻഡയറക്റ്റ് കോസ്റ്റിൽ വരുന്നത്. അപ്പം 1400 റുപ്പീസ് ആവും. അപ്പോൾ ഇതിവിടെ ഈ വാല്യൂയും കൂടെ സം ചെയ്തെടുക്കുമ്പോഴേക്കും 5825 ആയി. അപ്പോൾ സത്യം പറഞ്ഞാൽ കോസ്റ്റ് കൂടി. നോർമൽ കോസ്റ്റിനെക്കാളും ഏറ്റവും ആദ്യം എഴുതിയ നോർമൽ കോസ്റ്റിനെക്കാളും കൂടിയിട്ടുണ്ട് 28 ഡേയ്സ് ആക്കിയപ്പോൾ. അപ്പം അത്രത്തോളം പോകണ്ട, ഈ ഒരു സ്റ്റേജിലോട്ട് പോകണ്ട. ഈ ഒരു സ്റ്റേജാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഒപ്റ്റിമം ആയിട്ടുള്ള പ്രോജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതായത് 29 ദിവസം കൊണ്ട് നമ്മൾ 2 ആക്ടിവിറ്റീസ് ക്രാഷ് ചെയ്ത് 25 എന്ന ആക്ടിവിറ്റീസ് ഒരു ദിവസവും 56 എന്ന ആക്ടിവിറ്റി 2 ദിവസവും ക്രാഷ് ചെയ്ത് 29 ഡേയ്സ് ആക്കി ആ പ്രോജക്റ്റ് നമുക്ക് ഒപ്റ്റിമം കോസ്റ്റിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും മിനിമം കോസ്റ്റിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ക്രാഷ് ചെയ്ത് കഴിഞ്ഞുള്ള ഒപ്റ്റിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 29 ഡേയ്സ് ആണ് ഒപ്റ്റിമം ഡ്യൂറേഷൻ. ഒപ്റ്റിമം കോസ്റ്റ് എന്ന് പറയുന്നത് 5805 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം കണ്ടുപിടിക്കുന്ന ഈ പ്രോസസ്സാണ് ക്രാഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള രീതി ഇതുവരെ ആയിട്ടില്ല. പ്രോബ്ലം ആക്ച്വലി സോൾവ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന്. അത് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉപയോഗിച്ച്, ഇത് രണ്ടാമത്തെ പ്രോബ്ലം, ഈ പ്രോബ്ലം ഉപയോഗിച്ച് നമുക്ക് ആ ഒരു സംഭവം ഡിസ്കസ് ചെയ്യാം.